ഹായ് ഹലോ, ഞാൻ നിങ്ങളുടെ നാസിയാണ് കേട്ടോ. ഇതാ കാണുന്ന മൻസൂർ ഹോസ്പിറ്റല്. ഞാൻ എൻ്റെ ചങ്ങായിൻ്റെ കൂടെ ഒരു ഹെൽപ്പിന് പോയത്, അവൾക്ക് സുഖമില്ലായിട്ട് ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് പോയത് കേട്ടോ. അങ്ങനെ അവിടെ ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടാകുമ്പോൾ ഓളെ ടോക്കൺ എത്രയെന്ന് വെച്ചെങ്കിൽ 18 ടോക്കനായിരുന്നു. അപ്പോൾ 11:45 എത്തണം. ഞമ്മ എത്തുമ്പോഴത്തേക്ക് 12 മണി ആയിപ്പോയി. അപ്പോൾ സിസ്റ്റർ പറഞ്ഞ് കുറച്ച് സമയം അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു കേട്ടോ അവളോട്. അങ്ങനെ പിന്നെ അവളവിടെ ഇരുന്ന് കുറച്ച് സമയം. അങ്ങനെ അതാ ആ നീല കോട്ടിട്ടിട്ട് കാണുന്നില്ലേ, അതാണ് നമ്മളുടെ ഡോക്ടർ. അങ്ങനെ ഡോക്ടർക്ക് നല്ല ഡോക്ടറാണ് കേട്ടോ. നല്ലതെന്ന് വെച്ചെങ്കിൽ നല്ല വ്യക്തമായിട്ട് പറഞ്ഞു തരുന്ന ഡോക്ടറാണ് ഷാനവാസ് ഡോക്ടർ. അങ്ങനെ കാണിച്ചിട്ടെല്ലാമായിട്ട് ഞമ്മ എന്താക്കി, ആടെ ഇരുന്നിട്ടില്ലേ ഓളെ ഉള്ളിലേക്ക് വീണ്ടും വിളിച്ചിന് കേട്ടോ. അങ്ങനെ ഓള് ഉള്ളിലേക്ക് എന്തോ പേപ്പർ ലിസ്റ്റ എന്തോ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഓള് വീണ്ടും പോയി റൂമിലേക്ക്. അപ്പം ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ, ചെറിയൊരു സെൽഫി, ഇങ്ങനെ ഒരു വെറുതെ ഇരിക്കുമ്പോൾ ഒരു ഫോട്ടോ വീഡിയോയിൽ ഇങ്ങനെ എടുത്തിട്ടാകുമ്പോഴത്തേക്ക് എന്നെ പൈക്കാൻ തുടങ്ങി കേട്ടോ. പൈക്കുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ് പിന്നെ നമുക്ക് ചോറെല്ലാം വെച്ചിട്ട് പോവാറ്. അവിടെ തന്നെ ക്യാൻറ്റീൻ ഉണ്ട്, മൻസൂർ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ തന്നെ ക്യാൻറ്റീൻ ഉണ്ട്. അങ്ങനെ പോയിട്ടാകുമ്പോഴത്തേക്ക് ഉച്ച ടൈമല്ലേ, ബാങ്കെല്ലാം കൊടുത്ത് ഉച്ച ടൈമായി. അങ്ങനെ നമ്മൾ പോയിട്ട് നോക്കുമ്പോഴത്തേക്ക് ആളെല്ലാം എത്രയും ഉണ്ടാകുന്നു. എവിടെ പോയെങ്കിലും ആളുണ്ടാകുന്നു, ആളില്ലാത്ത കുറവൊന്നുമില്ല. അങ്ങനെ അമ്മ അവിടെ ഇരുന്ന് കേട്ടോ. അവിടെ ഇരുന്നിട്ടാകുമ്പോൾ അവിടെ മേശയിലെല്ലാം കുറച്ച് ആരോ തന്നിട്ട് പോയതെല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം വൃത്തിയാക്കി. പിന്നെ ഓള് പറഞ്ഞ് എനിക്കൊന്നും വേണ്ട, ഓൾക്ക് ജ്യൂസ് മാത്രം മതി എന്ന് ഓള് പറഞ്ഞ്. ഞാൻ ഞാൻ പറഞ്ഞു എനിക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാനതാ ബിരിയാണിക്ക് ഓർഡറാക്കി. ബിരിയാണി വന്ന് 5 മിനിറ്റ് ഇരുന്നിന് കേട്ടോ. 5 പോയിട്ട് 10 മിനിറ്റ് ഇരുന്നിന് ബിരിയാണി വരണമെങ്കിൽ. നല്ല ബിരിയാണി ആയിരുന്നു. അപ്പോൾ നല്ല ചൂട് ബിരിയാണിയും നല്ല പീസും. അങ്ങനെ ഞാൻ ബിരിയാണി കഴിച്ചിട്ട് ഞാൻ എന്താക്കിയെന്ന് വെച്ചെങ്കിൽ എനിക്കൊരു ഷൂ വാങ്ങാനുണ്ടേന്. അപ്പോൾ അവളോട് പറഞ്ഞ് നമുക്ക് ഒന്ന് കാഞ്ഞങ്ങാട് ടൗണിൽ പോകാമെന്ന്. അങ്ങനെ കാഞ്ഞങ്ങാട് ടൗണിൽ പോയി. കാഞ്ഞങ്ങാട് ടൗണിൽ പോയിട്ട് അതിൽ ചെരുപ്പിൻ്റെ ഉള്ളിലത്തെ വീഡിയോ എടുക്കാൻ എനിക്ക് മറന്നേ. ഈ ഷോപ്പിൻ്റെ പുറത്തുനിന്ന് ഇങ്ങനെ ജസ്റ്റ് വീഡിയോ എല്ലാം എടുത്ത്. അപ്പോഴത്തേക്ക് അവിടെ ഒരു ജ്വല്ലറി ഉണ്ടായിന് കേട്ടോ, നല്ല ജ്വല്ലറി ഉണ്ടായിന്. അങ്ങനെ അവിടെ നിന്ന് നല്ലൊരു ഇഷ്ടപ്പെട്ട ഷൂ കിട്ടി. നല്ല അടിപൊളി ഷൂ ആയിരുന്നു. പിന്നെ മഴക്കാലത്തും വേനൽക്കാലത്തും എപ്പോൾ വേണമെങ്കിലും ഇടാം, പൊട്ടൊന്നുമില്ല. നല്ല റേറ്റുള്ള നല്ല ഷൂ. പിന്നെ കുറേ ഷോപ്പിലൊന്നും പോകാനൊന്നും ആയിട്ടാ. ഒരേ ഷോപ്പിൽ പോയി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. അപ്പോൾ പറഞ്ഞ് നല്ല പാങ്ങുണ്ട്, അതന്നെ എടുത്തു എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ എന്താക്കി, അത് കാലിലിട്ടിട്ട് വന്നു കേട്ടോ. അപ്പം എൻ്റെ ഇതാണ് ഞാൻ വാങ്ങിയ ഷൂ. പിന്നെ ഞാൻ വേറൊന്നും നോക്കിയില്ല. ഞാൻ ഇട്ടിട്ട് പോയ ഷൂ പെട്ടി കവറിലാക്കി. അങ്ങനെ നേരെ ഓട്ടോറിക്ഷയിൽ വന്നു കേട്ടോ ഷൂ വാങ്ങിയിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ വന്നിട്ട് നമ്മളെ നാട്ടിലേക്ക് നമ്മൾ ഓട്ടോറിക്ഷയിൽ വരുന്നുണ്ട്. പിന്നെ ഓക്കൊന്ന് വാങ്ങിച്ചിട്ട് ഓളൊക്കെ ഞാൻ കൂട്ടുപോയതാണ്. അപ്പോൾ എനിക്ക് ഉപകാരമായി. അങ്ങനെ നമ്മൾ ഓട്ടോറിക്ഷ ഇറങ്ങിയിട്ട് പിന്നെ നമ്മളെ നാട്ടിലേക്ക് എത്തിയ കേട്ടോ. നമ്മളെ നാട്ടിൽ ആ ഇടവഴി ഉണ്ടല്ലോ, നമ്മൾ എപ്പോൾ പോകുന്നൊരു ഇടവഴി, ആ ഇടവഴിയിലേക്ക് എത്തിയ കേട്ടോ. അങ്ങനെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ വരുമ്പോഴത്തേക്ക് ബൈക്കിൽ നിന്നില്ലേ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിന്. പിന്നെ ഞാൻ സമൂസയും പപ്സും അതും വാങ്ങിച്ചിട്ടുണ്ടായിന് കേട്ടോ ക്യാൻറ്റീനിന്. അപ്പോൾ അത് ഞാൻ വന്നിട്ട് വൈകുന്നേരം ചായക്ക് അത് കൂട്ടി കേട്ടോ. അങ്ങനെ ഇതാണ് നല്ല അടിപൊളി സമൂസയും മുട്ട പപ്സും. ഇങ്ങനെ നല്ല കറുമുറാന്നാന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ടല്ലോ, ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഓക്കെ, ബായ്.
എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ കേട്ടോ. ബായ്.